ജിമ്മി, ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ജോസ് നെല്ലേടത്തിൻ്റെ മരണത്തിന് ഉത്തരവാദി ആ പാർട്ടിയിലെ 3 നേതാക്കളാണ് എന്നതാണ് ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പിലെ പേരിൽ തന്നെ മനസ്സിലാകുന്നത്. ഗ്രൂപ്പുകളെ അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. 9 മാസത്തിനിടയിൽ 3 ജീവനുകളാണ്, കോൺഗ്രസ് കുടുംബത്തിലെ 3 ജീവനുകളാണ് ഈ ഗ്രൂപ്പുകളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പുകളെ കൈവിട്ടോ? വയനാട്ടിൽ കോൺഗ്രസിൽ നടക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ അവസാനത്താണെന്ന് വിചാരിക്കട്ടെ, ഒരു മരണം കൂടെ സംഭവിച്ചിരിക്കുന്നു. 3 അല്ല, കഴിഞ്ഞ 10 വർഷത്തിൻ്റെ 4 ആത്മഹത്യകൾ വയനാട്ടിലെ ഗ്രൂപ്പുകളിൽ കോൺഗ്രസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്താണ് ജോസ് നെല്ലേടത്തിൻ്റെത്. കഴിഞ്ഞ വർഷം ഒരു 8-8.5 മാസം മുമ്പ് സ്വന്തം മകന് ഭക്ഷണത്തിൽ വിഷം കൊടുത്തിട്ട് കോൺഗ്രസിൻ്റെ DCCയുടെ ട്രഷറർ ആത്മഹത്യ ചെയ്തു, NM വിജയൻ. അത് ഒരു വളരെ വലിയ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് വളരെ വലിയ ആരോപണങ്ങളിൽ ഉഴലി ആണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2015 PV ജോൺ എന്ന അവിടെ എല്ലാവരും ജോണായിട്ടെന്ന് വിളിക്കുന്ന മനുഷ്യൻ അവിടെ മാനന്തവാടി പാർട്ടി ഓഫീസിൽ പാർട്ടി കൊടിയിൽ പിരിച്ച് കയറാക്കി തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അതൊരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു. 4 ആത്മഹത്യകൾ. ഇതിൽ ഓരോന്നിലും കോൺഗ്രസിൻ്റെ അതിമോശമായ ഗ്രൂപ്പുകളുടെ നാണംകെട്ട കഥകളാണ് ഉണ്ടായിരുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമ്മളെല്ലാവരും കഴിഞ്ഞ കുറേ ദിവസമായി ഫോളോ ചെയ്തിരുന്നൊരു വാർത്തയാണ്. ഒരു മനുഷ്യൻ്റെ വീടിൻ്റെ കാർ പോർച്ചിൽ നിന്ന് കുറച്ച് മദ്യവും തോട്ടയും കണ്ടെത്തുന്നു. പോലീസ് കൃത്യമായി അയാളെ അറസ്റ്റ് ചെയ്യുന്നു. 14-15 ദിവസം അയാൾ ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഇത് വെളിയിൽ വരുന്ന വാർത്ത ഇത് വളരെ വലിയ ഒരു ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ട് ഈ മനുഷ്യനെ ചതിച്ചതാണ് എന്നുള്ളതാണ്. ആ ചതിയുടെ പശ്ചാത്തലത്തിൽ ഒരാൾ എന്തായാലും ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും. അവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടം. ജോസ് നെല്ലേടമാണ് പോലീസിന് വിവരം കൊടുക്കുന്ന ഒരു മുൻ ഇൻ്റലിജൻസ് ഓഫീസറെ ഈ വിവരങ്ങൾ കൈമാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന തങ്കച്ചനെ ജോസ് നെല്ലേടം ചതിച്ചു. ജോസ് നെല്ലേടത്തെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് 3 കോൺഗ്രസ് നേതാക്കൾ ചതിച്ചു. ഇതാണ് നമുക്ക് മനസ്സിലാകുന്ന വാർത്ത. ഇതിന് പിന്നാമ്പുറത്ത് മറ്റൊരു കഥ കൂടിയുണ്ട്. DCC പ്രസിഡന്റ് ശ്രീ അപ്പച്ചനെ മുള്ളൻകൊല്ലിയിൽ ഒരു പാർട്ടിയുടെ ആലോചനാ യോഗ ദിവസം കയ്യേറ്റം ചെയ്യാൻ ഒരു ശ്രമമുണ്ടായി. ആ ശ്രമത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരാളായിരുന്നു അവസാനം വീടിന് മുന്നിൽ നിന്ന് തോട്ടയും മദ്യവും പിടിച്ച് അകത്തുപോയ തങ്കച്ചൻ എന്ന് പറയുന്ന ആളെന്നൊന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നോക്കൂ, കോൺഗ്രസ്സിന് നിയന്ത്രിക്കാമായിരുന്ന ഒരു പ്രശ്നം, കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്ന ഒരു തർക്കം, അത് DCC പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു ഘട്ടം വരെ എത്തിയ ശേഷമാണ് പിന്നീട് ഈ പ്രതികാര നടപടികൾ ഉണ്ടായത്. കോൺഗ്രസ് എന്ന സംവിധാനം എന്ത് ചെയ്യുകയായിരുന്നു? 2009 വരെ ഒരു MP സീറ്റ് പോലും ഇല്ലാതിരുന്ന ഒരു ജില്ലയാണ് വയനാട്. അതിനുശേഷമാണ് വയനാട് വരുന്നത്. വയനാട് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർലമെൻറ്റ് മണ്ഡലം കയ്യേറുന്ന ഒരു ജില്ലയാണ്. രാഹുൽ ഗാന്ധിക്കും പിന്നീട് രാഹുൽ ഗാന്ധിയുടെ സഹോദരിക്കും അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റിൽ എത്തിക്കാൻ അവസരമുണ്ടാക്കിയ സ്ഥലമാണ്. അവിടെ കോൺഗ്രസ്സിന് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ബലാബലങ്ങളൊക്കെ ഒരു വഴിക്ക് എപ്പോഴും നടക്കുമ്പോഴും അവിടെ പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്നത് നിയന്ത്രിക്കാനായില്ല എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മഹത്യയിലെത്തി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ഈ സംഭവവുമായി മറ്റൊരാളെ ജയിലിൽ കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംശയസ്ഥാനത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വയനാട്ടിലെ കോൺഗ്രസ്സിൽ വളരെ മോശം കഥകളാണ് നടക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചെറിയ ആളല്ല, വയനാട് ജില്ലയുടെ ട്രഷററായ ഒരു മനുഷ്യൻ മകനെയുമായി ചേർന്ന് ആത്മഹത്യ ചെയ്തത്. അതെന്തിനായിരുന്നു? അവിടെ ജില്ലാ പഞ്ചായത്തുമായി ജില്ലാ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അർബൻ സഹകരണ ബാങ്കാണ് മനസ്സിലാക്കുന്നത്. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലും വടക്കേമല അർബൻ ബാങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പ്യൂൺ പദവിയിൽ 10 മുതൽ 20 ലക്ഷം വരെയും ക്ലർക്ക് പദവിയിൽ 20 മുതൽ 30 ലക്ഷം രൂപ വരെയും ആളുകളുടെ ഇത് പണം വാങ്ങി എന്നുള്ളതാണ് ആക്ഷേപം. അതേതാണ്ട് 3-4 കോടി വരും എന്നാണ് പറയുന്നത്. ഈ പണം പക്ഷേ വാങ്ങിച്ചത് ട്രഷററാണ് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു, NM വിജയൻ. പക്ഷേ NM വിജയൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ പോലുമില്ല. NM വിജയൻ്റെയും അന്നൊരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. അതിനകത്ത് പറയുന്നതനുസരിച്ച് IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ കോൺഗ്രസിലെ പ്രമുഖ ജില്ലാ നേതാക്കൾ, ഇവർക്കെല്ലാവർക്കുമാണ് ഞാൻ ഈ പണം കൊടുത്തത്. എൻ്റെ മരണത്തിന് ഇവരൊക്കെയാണ് ഉത്തരവാദികൾ. IC ബാലകൃഷ്ണൻ ആ കേസിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ വിഷയം ഒതുക്കി തീർത്ത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഇല്ലെങ്കിൽ അതിനൊരു ചരിത്രമുണ്ട്. ഈ മനുഷ്യൻ മകനുമായി ചേർന്ന് ആത്മഹത്യ ചെയ്തതിനു ശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വന്ന് പാർട്ടിയുടെ പേര് പുറത്തു പറയുന്നു പറഞ്ഞ് കാലുപിടിച്ചു. അവസാനം പാർട്ടിയുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ഒരു മനുഷ്യനും അയാളുടെ മകനും മരിച്ച ശേഷം ആ കുടുംബം വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. അന്നൊരു ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. വലിയ കടത്തിലാണ് ഈ ആത്മഹത്യ ചെയ്ത മനുഷ്യർക്ക് പണം തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമല്ല, സ്വന്തം കുടുംബത്തിൻ്റെ സ്വന്തം വീടും പറമ്പും എല്ലാം
കടത്തിലാണ്, ജപ്തിയുടെ വക്കിലാണ് എന്നുള്ള സ്ഥിതിയിൽ നിന്ന് കോൺഗ്രസ്സുകാരുടെ വാക്ക് വിശ്വസിച്ച് അന്ന് ആ കുടുംബം ഒന്നും കാര്യമായി നടപടിയുമായി മുന്നോട്ട് പോയില്ല. അതുകൊണ്ടാണ് ആ കേസ് ഇപ്പോഴും എങ്ങും എത്താതെ കറങ്ങി നിൽക്കുന്നത്. ഒരു കാര്യം കൂടി അറിയണം, അന്ന് ഈ പ്രശ്നം തീർക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ വീട്ടിലെത്തി സംസാരിച്ചതിന് ശേഷം ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. ആ കരാർ ഈ കുടുംബം പറയുന്നതനുസരിച്ച് ടി സിദ്ദിഖ് MLA നേതൃത്വത്തിലാണ് കരാർ ഒപ്പിട്ടത്. എന്നിട്ട് രായ്ക്ക് രാമാനം ആ കരാർ ഒപ്പിട്ട വക്കീലിൻ്റെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അത് കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇപ്പോഴും എനിക്ക് പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഈ മരിച്ചുപോയ NM വിജയൻ്റെ മകൻ്റെ ഭാര്യ പത്മജ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇന്ന് നമ്മളോടും മാധ്യമങ്ങളൊക്കെ സംസാരിച്ചു. എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം അത് തന്നില്ല, കടം തീർക്കാനാണ്. എൻ്റെ വീട് അത് എൻ്റെ പേരിൽ തിരിച്ചു കിട്ടണം, അത് കടത്തിലാണ്. ഇത് രണ്ടും കേൾക്കില്ല. ഇവരിങ്ങനെ തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ, വയനാട്ടിൽ പ്രധാനപ്പെട്ട നേതാക്കൾ മുമ്പിൽ അവരുടെ മുമ്പിൽ ഒക്കെ കയറി ഇറങ്ങി നടന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു 5 ലക്ഷം രൂപയുടെ എങ്കിലും കൊടുത്താൽ ഈ പ്രശ്നം തീരും എന്നുള്ളതാണ്. അതും പരിഹരിച്ചില്ല. ഇതിനു മുമ്പ് 2015 ജോസേട്ടൻ എന്ന എല്ലാവരും വളരെ സ്നേഹത്തോടെ കൂടി വിളിക്കുന്ന PV ജോൺ മരിക്കുന്നത്, ജോണേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ്, PV ജോൺ മരിക്കുന്നത്, അവിടെ അദ്ദേഹത്തിനെതിരെ ഒരു സാമ്പത്തിക ഇടപാടിൽ കള്ളനോട്ട് കൈമാറി എന്ന് പറഞ്ഞ ഒരു പരാതി ഉണ്ടാകുന്നു. ആ പരാതി തെളിയിക്കപ്പെട്ടേയില്ല. അവസാനം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വെറും 39 വോട്ടിന് അദ്ദേഹം പരാജയപ്പെടുന്നു. ആ 39 വോട്ടിന് പരാജയപ്പെടേണ്ട സ്റ്റേജിലുള്ള ഒരു മനുഷ്യനെ ആയിരുന്നില്ല, അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. എല്ലാവരും ചതിച്ചു എന്ന് മനസ്സിലാക്കി മനനൊന്താണ് ജോണേട്ടൻ മരിക്കുന്നത്. നോക്കൂ, 3 സംഭവങ്ങളിലായി 4 മരണങ്ങൾ. 2 പേരുടെ ആത്മഹത്യയാണ്, ജോണേട്ടൻ ഒറ്റയ്ക്ക്. ഇപ്പോൾ ഇന്ന് ഒരു മരണം കൂടി. ഇതിലെല്ലാം കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ ബലാബലങ്ങളും പ്രശ്നങ്ങളും മാത്രമല്ല, എങ്ങനെയാണ് ഒരു വിഷയം മാനേജ് ചെയ്യാൻ പറ്റാത്തത്, എങ്ങനെയാണ് ഒരു വിഷയം പരിഹരിക്കാനാവാത്തത് എന്നുള്ളതിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കഴിവുകേടാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ, ആ മനുഷ്യൻ അയാളുടെ മകനോടൊപ്പം ആത്മഹത്യ ചെയ്യുമ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് വാക്ക് കൊടുക്കുക, ആ വാക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഒരു കരാർ ഒപ്പിടുക, അതിനുശേഷം ആ കരാർ വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടു പോവുക, ആ കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി കയറി ഇറങ്ങി നടക്കുക. ഒരു കുഴപ്പവുമില്ല. കഴിഞ്ഞ 9 മാസമായി ഒരു കുടുംബം, ഞാൻ മനസ്സിലാക്കുന്നത് പല നേതാക്കളുടെ മുമ്പിൽ പോയി ഈ സ്ത്രീ ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു 5 ലക്ഷം രൂപ കൊടുക്കാൻ കഴിവില്ലാത്ത പാർട്ടിയാണെന്ന് ആരും വിശ്വസിക്കില്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി, എത്ര ചെറിയ പാർട്ടി ആയാലും അതുണ്ടാവില്ല. പക്ഷേ താല്പര്യമില്ല. വിജയൻ പോയി, അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടം. ഞങ്ങൾ എന്ത് ചെയ്യാനെന്ന മട്ടിൽ വളരെ നിഷേധാത്മകമായ നിലപാടെടുത്ത കോൺഗ്രസ് നേതൃത്വത്തെയാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്. അതേ നേതൃത്വം, അതേ നേതാക്കൾ, അതേ പ്രതികൾ ഇപ്പോൾ വീണ്ടും ഒരു വിഷയത്തിൽ കൊണ്ട് മുന്നോട്ട് വരികയാണ്. നാണം കെട്ട ഒരു കേസല്ല നടക്കുന്നത്. ഒരാൾ പാർട്ടി DCC പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിയാണ്. ഇത് പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ട് ഒളിച്ചടിയൊന്നും അടിച്ചതല്ല. ഒരു യോഗത്തിൽ വെച്ച്, മുള്ളൻകൊല്ലി യോഗത്തിൽ വെച്ച് തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിൽ ഇടപെട്ട് വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ അയാളെ ഒന്ന് ജയിലിൽ പൂട്ടിയിടാൻ വേണ്ടി ഗുരുതരമായ കുറ്റമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തോട്ടയും വിദേശ മദ്യവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് പോലീസിനെ വിളിച്ചു പറയുക. അത് ചെറിയ ആളുകളൊന്നുമല്ല. നമുക്കിപ്പോൾ മനസ്സിലാകുന്നതനുസരിച്ച് നേരത്തെ തങ്കച്ചൻ ഉന്നയിച്ച ആരോപണമനുസരിച്ച് DCC സെക്രട്ടറി ഉണ്ട്, ഒരു പക്ഷേ MLA ഉണ്ട്, പ്രധാനപ്പെട്ട അനീഷ് മാമ്പിള്ളിയെയും ഷിനു കടുത്തിലെയും പോലെയുള്ള നേതാക്കളുണ്ട്. ഇവരെല്ലാം ചേർന്ന് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഗ്രൂപ്പിസം കേരളത്തിൽ കോൺഗ്രസിൻ്റെ കുത്തകയൊന്നുമില്ല, എല്ലാ പാർട്ടികളിലും ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നോക്കൂ, ഒരാളെ കൊടുക്കാനായി ഇത്ര ഹീനമായ കളി കളിക്കുന്ന, ഒരു പ്രശ്നമുണ്ടായി ഒരാൾ ഒരു കുടുംബത്തിൽ 2 പേർ ആത്മഹത്യ ചെയ്താൽ പോയി വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് നിസ്സാരമായൊരു തുകയുടെ പേരിലാണെങ്കിൽ ഉള്ളത് പോലും പരിഹരിക്കാതെ ഒളിച്ചു കളിക്കുന്ന പത്മജ പറയുന്നത്, ഞാൻ ഫോൺ ചെയ്ത ഇവരാരും എടുക്കില്ലെന്നാണ്. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറയാൻ ആരോടുമില്ല, അതുകൊണ്ട് ഞാനൊന്നും ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് ഇവർക്ക് വല്ലാത്ത ധൈര്യമാണ്. ഞാനിനി ആരോട് പോയി പറയാൻ? ഇനിയിപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. അന്ന് പറയേണ്ട സമയത്ത് ഇവരെല്ലാവരും വീട്ടിൽ പോയി കണ്ട് കാല് പിടിച്ചുകൊണ്ട് അവർ പിന്മാറിയതാണ്. ആർക്ക് നഷ്ടപ്പെട്ടു? കുടുംബത്തിന് പോയി. കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വളരെ ശരിയാണ്. അപ്പോൾ 2015 മുതൽ 2025 വരെയുള്ള 4 ആത്മഹത്യകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം വയനാട്ടിലെ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനാണ്. ഇങ്ങനെ ഒരു പരിപാടി, ഇത്രയും നാണം കെട്ട രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത്, ഇത്രയും നമ്പർ ഓഫ് ആത്മഹത്യകൾ, ഒരു ആത്മഹത്യ പോലും ഇങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ആത്മഹത്യകൾ ഉണ്ടായ വേറൊരു പാർട്ടിയില്ല കേരളത്തിൽ. എന്താണ് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കരുതുന്നത്? എന്ത് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? 4 മരണങ്ങൾ. NM വിജയൻ്റെ മരണം
അത് കേരളത്തെ ഞെട്ടിച്ച മരണമായിരുന്നു. അതിന് പിന്നാലെ പുറത്തു വന്ന നാറിയ കഥകൾ അതിലും നാണം കെട്ടതായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് വാങ്ങിക്കുകയും അത് ആ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം എടുത്തുകൊണ്ടുപോയി എന്നുമാണ് പറയുന്നത്. ആ കാര്യത്തിൽ പോലും അന്വേഷണ കമ്മീഷൻ ഉണ്ടെന്നോ റിപ്പോർട്ടുണ്ടെന്നോ ഒക്കെ നമ്മൾ കേട്ടു. ഒരാൾക്കെതിരെയും നടപടി ഉണ്ടായില്ല, ഒരാൾക്കും ഒന്നും സംഭവിച്ചില്ല. അവരെല്ലാവരും അതേ പദവിയിലിരിക്കുന്നു. ഇതാ വീണ്ടും ഒരു ഗ്രൂപ്പ് തർക്കത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ആദ്യം ജയിലിൽ കയറ്റുന്നു. അതിൻ്റെ പേരിൽ ഇപ്പോൾ പേടിച്ച് മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുന്നു. കോൺഗ്രസ് കേരളം ഭരിക്കാൻ തയ്യാറെടുക്കുന്ന പാർട്ടിയാണെന്നാണ് അവർ തന്നെ പറയുന്നത്. 2026 കേരളം പിടിച്ചില്ലെങ്കിൽ ഞാനെന്തോ വനവാസത്തിന് പൊക്കളയും എന്നൊരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് കേട്ടു. ഇങ്ങനെയാണെങ്കിൽ ഒരു പഞ്ചായത്ത് ഭരിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത, ഒരു പഞ്ചായത്ത് ഭരിക്കാനുള്ള ഒരു മനസാക്ഷി പോലും ഇല്ലാത്ത നേതാക്കളുടെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ വിഷയം കോൺഗ്രസ് വളരെ മുമ്പേ പരിഹരിക്കേണ്ടതായിരുന്നു. ഈ കാര്യത്തിൽ മാത്രമല്ല, ഇതിലും പ്രധാനപ്പെട്ടത് ഒരു പാർട്ടിയുടെ ജില്ലാ ട്രഷററാണ് ആത്മഹത്യ ചെയ്തത് മകനൊപ്പം. ആ കാര്യത്തിൽ ആ കുടുംബത്തിൻ്റെ വേദന കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് ഒരു പ്രശ്നം. 2, വ്യാപകമായി പണപ്പെരുവ് നടത്തിയെന്നും അത് ജോലി വാങ്ങിച്ചു കൊടുക്കാനാണെന്നും തെളിയിച്ച സ്ഥിതിക്ക് ആർക്കെങ്കിലും എതിരെ നടപടിയെടുക്കാതെ എങ്ങനെയാണ് കേരളത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവുക? ഇപ്പുറത്ത് നോക്കൂ, CPM കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടായേനെ. ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ എനിക്ക് ഉറപ്പാണ് കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടെ മെച്ചമായി ഇത്തരം വിഷയങ്ങൾ CPM കൈകാര്യം ചെയ്യുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒരു ആത്മഹത്യ നടന്നിട്ടും കുലുങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കോൺഗ്രസ് സ്വയം നന്നാകാനുള്ള അവസരങ്ങൾ കളഞ്ഞു കുളിച്ചുകൊണ്ടേയിരിക്കുന്നു. വയനാട് നിങ്ങൾക്കൊരു ചെറിയ ജില്ലയല്ല, കേരളത്തിലത് ചെറുതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും മത്സരിച്ച് ജയിച്ച പാർലമെന്റിൽ നിൽക്കുന്ന മണ്ഡലമാണ്. നാണക്കേട് നിങ്ങൾക്കാണ്, അതോർത്താൽ നന്ന. Meet the editors.